ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മളുടെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം ഇന്നത്തെ വാൾ ഡെക്കർ ഇതാണ്ട് ആദ്യം കണ്ട പോലെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ന ഭംഗിയുള്ള ഒരു വാൾ ഡെക്കറാണ്. അപ്പം അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറേ കളർഫുൾ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പേപ്പർ ആദ്യം എടുത്ത് ഇതിന് ശേഷം 5 സെൻറ്റിമീറ്റർ നീളമുള്ള 5 സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ വെച്ചിട്ട് നമ്മൾ 5 എത്ര 5 കിട്ടും. ഇതിനകത്ത് ഈ ഒരു പേപ്പറിൽ മാത്രമേ ഉള്ളൂ എനിക്ക് 4 വീതം കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ പേപ്പറും ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് 5 വീതം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിനെ എല്ലാം നടുത് കണക്ക് കുറേ സർക്കിളായിട്ട് നമ്മളിത് കണക്ക് ആ വരച്ചതിനെല്ലാം നമ്മളിത് കണക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തു ഇതേപോലെ പകുതിയാക്കി അത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ അതിനകത്തുനിന്ന് ഒരു ഭാഗം ആ എടുത്തതിനകത്ത് നിന്ന് അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നമ്മൾ പണ്ട് മറ്റേ വീശറി ഉണ്ടാക്കത്തില്ലേ, ആ സെറ്റപ്പിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അതിനെ ആക്കിയെടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നൂത്തിട്ട് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ മടക്കണം. ഇതിലിപ്പോൾ കാണിക്കും അതേപോലെ. അതുപോലെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലും നമുക്ക് അതിനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ട് മുമ്പേ പറഞ്ഞ പോലെ അങ്ങോട്ട് ഒരേ സൈഡിലേക്ക് ഇത് ഉണക്ക് മടക്കി കൊടുക്കണം. ഇതുപോലെ മടക്കി കൊടുക്കണം. കണ്ടോ? എന്നിട്ട് നമ്മൾ അത് നൂത്തിട്ട് അവിടെ പശ തേക്കണം. പശ തേച്ചിട്ട് ആ ഒരേ ദിശയിലേക്ക് തന്നെ നമ്മളിങ്ങനെ ഒരേ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ഇതള് പോലെ, ഒരു പൂവിൻ്റെ ഇതള് പോലുള്ള ഒരു സംഭവം നമുക്ക് കിട്ടും. കണ്ടോ? ഇതളെന്നോ ഇലയെന്നോ എന്തും പറയാൻ കേട്ടോ, നിങ്ങളിഷ്ടം. എന്നിട്ട് നമുക്ക് ആ ഒരു ഫുൾ പേപ്പറിനെ നമുക്ക് അത് കണക്കാക്കിയെടുക്കാം. എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡിനകത്തേക്ക് ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുത്ത് അതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പശ എടുത്തിട്ട് അതിനിങ്ങനെ ആ ഒരു പേപ്പറിൻ്റെ ഫുള്ളിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ. ഇപ്പോൾ ഞാൻ ഇവിടെ 3 ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിന് പുറത്തൊന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം. അതായത് ഒരു കറുപ്പും ഒരു വെള്ളയും പേപ്പർ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കി അതിൽ നിന്ന് ഇങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ. അങ്ങനെ മടക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 4 പീസസ് കിട്ടും. അതിനൊന്ന് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കറുപ്പ് പേപ്പറിനെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, 2ആയിട്ട് ചെയ്താൽ മതി. ഇതേപോലെ ഇങ്ങനെ ഒരു വരച്ച് കൊടുക്കുക. ശേഷം നമ്മൾ മറ്റേ കുഞ്ഞു പേപ്പറില്ലേ, നമ്മൾ ഒരു പേപ്പറിനെ 4ആയിട്ട് കട്ട് ചെയ്തത്, അതിനകത്തുനിന്നും ആ ഒരെണ്ണം എടുത്തിട്ട് അതിനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ മടക്കി നമുക്കിങ്ങനെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യണം.
എന്നിട്ട് നമുക്ക് ആ കറുപ്പ് പേപ്പറിനെ അങ്ങനെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാണുന്നു കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റോടും ചെയ്യാൻ നമുക്ക് ഏത് കാര്യം സിമ്പിളായിട്ട് ഫീൽ ചെയ്തിട്ട് അതുപോലെ തന്നെയാണ്. നമുക്ക് എന്തായാലും ആ ഒരു ഫുള്ളൊന്ന് കളർഫുള്ളാക്കി എടുക്കണം. എൻ്റെ ലക്ഷ്യം അതാ. എന്തായാലും നോക്കാം. നമ്മൾ രണ്ടും സെറ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ നോക്കാം. എന്നിട്ട് ദാ ഇത് ചെയ്യുന്ന പോലെ ഞാൻ ആ വര വരച്ചിട്ടില്ലേ അവിടെ നമുക്ക് നമ്മുടെ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ അതായത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം വെച്ചിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് കറുപ്പ് പേപ്പറിനെ ചെയ്യാം. നമ്മൾ ആദ്യം ആ വെള്ള പേപ്പർ ചെയ്തില്ലേ അതിനെ ദാണ്ട് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കണം. അതായത് ഒരു പൂവിൻ്റെ നടുക്കിരിക്കുന്ന സംഭവമല്ലേ മറ്റേ വിത്തൊക്കെ വരുന്നത്, ആ സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെന്താ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുക. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ശരിയാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കറുപ്പിനെ ചേർത്ത് വയ്ക്കും. കണ്ടോ? ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചുരുട്ടി നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഈ ഒരു എന്താ പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്കിങ്ങനെ കിടക്കുന്നുണ്ട് ആ ഒരു പൂവിൻ്റെ ഇതളങ്ങനെ ആയി കിടക്കുന്നുണ്ട് ആ പേപ്പറിൻ്റെ. ഇനി നമ്മൾ ഇങ്ങനെ ആക്കി സെറ്റാക്കി എടുക്കുക. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ പേപ്പറിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൂ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് ഇതിനകത്ത് പശ വെച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ വാൾ ഡെക്കോർ റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ ചെയ്തപ്പോഴും കണ്ടപ്പോഴും എനിക്കൊരു ഇത് തോന്നി. കാരണം കറുപ്പ് നടുക്കും വെള്ള മുകളിൽ വരുന്ന കുറച്ചുകൂടി ഭംഗി കിട്ടിയതിനൊരു ഫീൽ എനിക്ക് പിന്നെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉണ്ടാക്കാനൊന്നും ഞാൻ നിന്നില്ല, ഇങ്ങനെ തന്നെ ഞാൻ വെച്ചു. കാരണം എന്തായാലും കട്ട് ചെയ്ത് സെറ്റാക്കിയില്ലേ, പേപ്പർ പോയില്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് തിരിച്ച് ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക, ഒട്ടിക്ക് കൊടുക്കുക, കാര്യം കഴിഞ്ഞു. കണ്ടില്ലേ ഗായ്സ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതെങ്ങനെയുണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം Day 2 കംപ്ലീറ്റഡ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.